ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഡേ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യലേ. ഇന്നുണ്ടല്ലോ March 7 ആണ് കേട്ടോ. ഇന്ന് നമ്മളെ ഫിസുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നല്ലൊരു അടിപൊളി മോർണിംഗ് ഒക്കെ ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഈവനിങ് മുറ്റം മൊത്തം ക്ലീൻ ആക്കി കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് വന്നാൽ മുറ്റം കാണാൻ നല്ല രസം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. എല്ലാം ക്ലീൻ ആയിട്ടിരിക്കുന്നില്ലേ. പിന്നെ ഉണ്ടല്ലോ നമ്മളെ പോർച്ചിലുള്ള ആ ടേബിളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഇന്നത്തതോടുകൂടി അവിടുന്ന് മാറും കേട്ടോ. അപ്പോൾ ഞാൻ ട്യൂഷനൊക്കെ നിർത്തി കേട്ടോ. അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിലും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫിസുക്കുട്ടന് സ്കൂളിൽ നിന്ന് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അവന് പുതിയ ടീഷർട്ടും കാര്യങ്ങളൊക്കെ 2-3 ഉണ്ട്. അപ്പോൾ അവൻ അതിൽ ഓരോന്ന് എടുത്തൊക്കെ വെക്കുകയാണ്. പിന്നെ വലിയ പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് സെലിബ്രേഷനൊന്നുമില്ല. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊരു നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഓട്സ് പാലിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കാഷ്യൂവും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു തിളയ്ക്കുന്ന പാലിലേക്ക് അത് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ കഴിക്കാൻ ക്രഞ്ചി ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അവസാനം സ്മൂത്തിയൊക്കെ അടിച്ചതിന് ശേഷം അതിൽ ആഡ് ചെയ്ത് കുടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഓട്സ് ഇല്ലേ, അതും സ്ട്രോബെറിയും കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കുറച്ച് ഐസും ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് കാരൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ബനാന വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നേന്ത്രപ്പഴം വേണമെങ്കിലും അത് നന്നായി അടിച്ചെടുത്താൽ അത്യാവശ്യം തിക്കായിട്ടുള്ള നല്ല അടിപൊളി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഇന്നത്തെ രാവിലത്തെ ഹറിബറി പരിപാടികളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഫിസുക്കുട്ടൻ കളർ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സ്റ്റൈലാക്കി പോവാണ്. ബർത്ത്ഡേ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് ആഘോഷിക്കുന്നൊന്നുമില്ലെങ്കിലും ഫിസുക്കുട്ടൻ എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഓൻ പോയി. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് വീടൊന്ന് ക്ലീൻ ആക്കലാണ്. അപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞാൻ പുറം ഭാഗം മൊത്തം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഫിസുവിനെ പറഞ്ഞയച്ച പാടെ ഞാൻ ക്ലീനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരുപാട് തുണിയുണ്ട് മടക്കാൻ. അപ്പോൾ അതെല്ലാം കൂടി അവിടെ കൂട്ടി വെച്ചിട്ട് ഞാൻ ഇതോടുകൂടി കൂട്ടി വെക്കുന്ന പരിപാടി നിർത്തിയിട്ടോ. ഇത് 2 ദിവസം തുണിയാണ്. അപ്പോൾ അപ്പം മടക്കുക എന്നുള്ള പോളിസിലേക്ക് ഞാൻ വരികയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഏരിയ മൊത്തം ക്ലീനാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു സമയം കിട്ടണ നേരം അത് മാത്രം ഇരുന്ന് മടിക്കാൻ മതിയല്ലോ. നമ്മളെ ചെടികൾക്കൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മൾ റീസെൻ്റ്ലി ഡീപ്പ് ക്ലീൻ ചെയ്തുകൊണ്ട് ഭയങ്കര അലമ്പൊന്നുമില്ല കേട്ടോ. പിക്കപ്പ് ചെയ്തപ്പോൾ തന്നെ വീടൊക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയായിട്ടുണ്ട്. പിന്നെ നമ്മളെ ചില വ്യൂവേഴ്സൊക്കെ ഹോം ടൂർ ചോദിക്കലുണ്ട് കേട്ടോ. എനിക്കിതിൽ ഹോം ടൂർ കാണിക്കാൻ നിങ്ങൾ ഈ കാണുന്ന സംഭവമല്ലേ, ഇതിൽ ഈ കാണുന്നത് മാത്രമാണ് ഇവിടെ ഉള്ളത് ആകെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്ലിപ്സ് കാണുന്ന ഇത്രയും ഒരു 3-4 ഏരിയകളാണ് ആകെ ഈ വീട്ടിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ ഹോം ടൂർ കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. നമ്മൾ അത്യാവശ്യം ഒക്കെ ക്ലീൻ ആയിരിക്കുകയാണ്. അപ്പോൾ ക്ലീൻ ആയിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ. ഒരു 10 ടൈം അത് പിന്നെയും മിസ്സാവും, അതുകൊണ്ട് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫുൾ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ഞാൻ ചെയ്തു വെച്ചു. പിന്നെ നമ്മൾ ട്യൂഷൻ നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒരു ജോലി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കൊരു ഫുൾ ടൈം വർക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഫ്രൈഡേ ആണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും ഇല്ലെങ്കിലും ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി കട്ട് ചെയ്തു. അതുപോലെ എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഫിസുക്കുട്ടൻ ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. നമുക്ക് വല്യമ്മച്ചി മരിച്ചതും അതുപോലെ കുറേ കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ള ഒരു മാസമായിരുന്നു ഫെബ്രുവരി. അപ്പോൾ അത് കഴിഞ്ഞ പാടെ അങ്ങനെ ഒരു ഭയങ്കര സെലിബ്രേഷനായിട്ട് കഴിക്കാനെന്നുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ എന്നാലും ഫിസുക്കുട്ടനെ ഹാപ്പി ആക്കുന്ന രീതിയിലാണ് ഓൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ. എന്തായാലും കുട്ടികൾക്ക് ഓനൊരു വർഷമായിട്ട് കാത്തിരിക്കാം. കുട്ടികൾക്ക് വലിയ കാര്യമായിരിക്കുമല്ലോ ഓരോരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഓരോന്ന് ഹാപ്പി ആക്കുക എന്നുള്ള രീതിയിൽ സ്കൂളിലേക്ക് കുറച്ച് മിഠായി കൊടുത്തയച്ചു. പിന്നെ ഓന് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ വളരെ ലൈറ്റായിട്ട് കേട്ടോ ആഘോഷിച്ചത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ കുറേ തുണി മടക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാനെല്ലാം സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ എനിക്ക് നോമ്പും അതുപോലെ എൻ്റെ ജോലിയും ഒരുമിച്ചാണ്. നോമ്പ് തുടങ്ങി 2-3 എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രോപ്പർ ഫുൾ ടൈം വർക്കിംഗ് ഡേയ്സൊക്കെ വരാൻ പോകുന്നത്. ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ വീട് മൊത്തത്തിലൊന്ന് നമ്മൾ ഓൾറെഡി ഡീപ്പ് ക്ലീൻ ചെയ്തതാണ്. കുറച്ച് ഡീക്ലട്ടറിങ്ങും ഓർഗനൈസിങ്ങും പരിപാടികളും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മോൻ്റെ തുണികളെല്ലാം ഓൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഒക്കെ ഓൻ്റെ ഓർഗനൈസറിൽ മടക്കി വെക്കുകയാണ്. ആദ്യം തന്നെ
ബോക്സ് എല്ലാ ബോക്സുകളിലേക്കും അത് അങ്ങനെ തരം തിരിച്ചിട്ട് എല്ലാം കൂടി വാരിയിട്ടു. അങ്ങനെ ഓരോ ബോക്സായിട്ട് പിന്നെ നമ്മൾ എടുത്ത് ഒതുക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനും അവനും കൂടി മത്സരിക്കുകയാണ്. പിന്നെന്താണ് ജോലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയണോ? ഏതാ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അറിയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കുറച്ച് അങ്ങോട്ട് കഴിയട്ടെ, നിങ്ങൾക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഓഫീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ കമ്പനി എന്നൊക്കെ. അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഞാൻ അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. എൻ്റെ വർത്തമാനത്തിൽ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, വർക്കും ലൈഫും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യുന്ന ചാനലുകൾ ഏതെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യണം കേട്ടോ കമൻറ്റിൽ. പിന്നെ എന്താ പറയുക, വർക്കിംഗ് പാരൻസിനുള്ള അല്ലെങ്കിൽ 2 പേരും വർക്കിംഗ് ആയിട്ടുള്ള ഫാമിലീസിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റിലൂടെയൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പലരും കമൻറ്റ് ഇടാതെ വീഡിയോ കണ്ടു പോലുണ്ട്. അപ്പോൾ ജസ്റ്റ് കമൻറ്റൊക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫിസുൻ്റെ ഓനും ഞാൻ തമ്മിലിങ്ങനെ മത്സരമായിരുന്നല്ലോ. അപ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വെച്ചപ്പോൾ ഞാൻ കുറച്ച് സ്റ്റൈലാക്കിയൊക്കെ മടക്കിയപ്പോഴേക്ക് ഓൻ ഇങ്ങനെ റോളിങ് ചെയ്തിട്ട് ഓൻ്റെക്കാളും മുന്നേ തീർന്നിട്ടോ. അപ്പോൾ അതിൽ ഓൻ ജയിച്ചു, ഞാൻ തോറ്റു. പിന്നെ രണ്ടാമത്തെ ബോക്സ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ഞാനിങ്ങനെ സ്റ്റൈലാക്കി മടക്കി അവസാനം ഓൻ ജയിച്ചിട്ടോ. അതിൽ ഓരോ കുട്ടികളെയും ഇതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ പറയുക, വീട്ടിലിടുന്നത്, പിന്നെ മിസലാനിയസ്, പിന്നെ പുറത്തു പോകുമ്പോഴുന്നത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇതിനനുസരിച്ച് നമ്മളങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഓർഗനൈസിങ് എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ലൈഫ് സേവറാണ്. അപ്പോൾ നമ്മൾ ഭംഗിയാക്കി അടിപൊളിയാക്കി മടക്കുന്നതിനേക്കാളും ഓരോ സംഭവങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് അതാതിൻ്റെ സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു സംഭവം തപ്പി തിരഞ്ഞ് നടക്കുന്ന സമയത്ത് നമുക്കത് കിട്ടണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ പിന്നെ ആ സംഭവം അലക്കി ഒക്കെ വരുന്ന സമയത്ത് അത് എവിടെ വെക്കണമെന്നും നമുക്കറിയണം. അല്ലാതെ നമ്മളിങ്ങനെ ഭംഗിയായി അടിപൊളിയായിട്ട് എല്ലാം ഇങ്ങനെ മടക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പം സത്യത്തിൽ ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിൽ കുറച്ച് പിന്നിലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് അടിപൊളിയായിട്ട് മടക്കി ഭംഗിയായിട്ട് കാണണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് അതിനെ അങ്ങനെ ചെയ്യാനുള്ളൊരു കഴിവ് എനിക്ക് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പം ഞാനത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നേ ഉള്ളൂ, കുറച്ചായിട്ടേ ഉള്ളൂ ഞാനിങ്ങനെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട്. മടക്കി വെക്കും, ഇങ്ങനെ ഭംഗിയായിട്ട് വെക്കും. പക്ഷേ നമ്മളൊന്ന് എടുക്കുമ്പോഴേക്ക് ഫുൾ മെസ്സാവും, പിന്നെ ഒന്ന് കൊണ്ടുവരുമ്പോൾ അവിടെ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഓരോ ഹോം ഉണ്ടാവും. അത്ര അടിപൊളിയായിട്ട് മടക്കിയില്ലെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള വൃത്തി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഷർട്ട് എങ്ങനെ മടക്കണമെന്ന് നോക്കി നോക്ക്. ഇതിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ അടിഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് ഉണ്ടാവില്ലേ, അതിലൂടെ പിടിച്ച് ഒന്ന് നേരെ ആക്കുമ്പോൾ നമുക്കിത് അങ്ങനെ മടക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ്, ഞാൻ പലതവണ വീഡിയോയിൽ കാണിച്ചതല്ലേ. അപ്പോൾ അങ്ങനെ ഫിസുവിനെ തോൽപ്പിച്ചതിൻ്റെ ഡാൻസാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ സെറ്റാക്കി. പിന്നെന്താണ്, നമുക്ക് കിച്ചണിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ നോമ്പും എല്ലാം കൂടി വരികയല്ലേ, അപ്പോൾ കുറച്ച് ടെൻഷനും കുറച്ചൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പ്ലസ് ട്യൂഷൻ നിർത്തിയാൽ ചെറിയൊരു സങ്കടം ഉണ്ട്. എനിക്ക് ട്യൂഷനോട് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ, അതെന്തായാലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ട്യൂഷൻ നിർത്തേണ്ടി വന്നതിൽ ചെറിയ സങ്കടമുണ്ട്. എനിക്ക് ഒരുപാട് എന്താ പറയുക, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നമ്മളെ ഈ സ്വഭാവത്തിലാണെങ്കിലും കാര്യങ്ങളിലും അതുപോലെ ഫിനാൻഷ്യലി ആണെങ്കിലും എനിക്ക് പല രീതിയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കി തന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ നമ്മൾ ഈ ട്യൂട്ടറിങ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നെ ആണെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കണം, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരണം എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് അത് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നല്ലതായിട്ട് വരട്ടെ. അപ്പം നിങ്ങളെല്ലാവരെയും എല്ലാ ആശംസകളും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഇന്നത്തെ വീഡിയോൻ്റെ ഔട്ട്രോ പറയുന്നത് ഞാനല്ല കേട്ടോ, ഫിസു കുട്ടനാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഏതോ കാലത്ത് ഫിസു പറഞ്ഞു വെച്ച ഒരു ഔട്ട്രോ ആണ് കേട്ടോ. അപ്പോൾ അതുകൂടി കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോക്കൊക്കെ ഇന്ന് ലൈക്ക് ഇടണം, ഷെയർ ഇടണം, സബ്സ്ക്രൈബ് ഇടണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടണം, ഷെയർ ഇടണം, സബ്സ്ക്രൈബ് ഇടണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ഇടുക. ഞങ്ങൾ അപ്ലോഡ് ഇക്കാണ് കേട്ടോ. ഇക്കാറ് ഈ വീട്ടിൽ ഇവിടെ ഇങ്ങനെ നിർത്തിയിടും. ഇത് ആംബുലൻസ് പോലെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇടിയാക്കാം.